Apple Watch 10 with Milanese loop, slate color, titanium, 42mm, ഏറ്റവും ചെറിയ സൈസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യുന്ന നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് മെലനീസ് ലൂപ്പ്. ഇത് സ്ലേറ്റ് കളർ, ടൈറ്റേനിയം, 42mm. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മെലനീസ് ലൂപ്പ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, കുറേ വർഷങ്ങളിടുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം വേറൊരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ലിങ്ക് ബ്രേസ്ലെറ്റ് എന്ന് പറയും. നല്ല വിലയുള്ള ബ്രേസ്ലെറ്റാണ്. ആപ്പിൾ നമുക്കൊന്ന് ഏറ്റവും വിലയുള്ള ബ്രേസ്ലെറ്റാണ് ഇത്. 1350 ദിർഹംസ് ഉണ്ട് ഇതിൻ്റെ. ഇതെനിക്ക് ആമസോണിൽ കുറച്ച് വില കുറഞ്ഞ് ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഈ വാങ്ങിയതാണ് ഒരു ചേഞ്ചിന്. അപ്പോൾ ഇത് നമുക്ക് ഇന്നൊന്ന് തുറന്നു നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അതിന് മുമ്പ് നമുക്ക് വാച്ച് തുറന്നു നോക്കാം. ആപ്പിൾ വാച്ച് 10 ടൈറ്റേനിയം. കാരണം ഇപ്പോൾ 11 വന്നുകൊണ്ട് 10 കുറച്ച് നല്ല ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ടല്ലോ. പാക്കേജിങ്ങെല്ലാം ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മുന്നിൽ കാണുന്നതാണ് ചാർജിങ് പോർട്ട്. നമുക്ക് തുറന്നു നോക്കാം. USB-C ഫാസ്റ്റ് ചാർജിങ് ആപ്പിൾ വാച്ചിൻ്റെ പോർട്ടാണ്. പിന്നെ ഈ ഒരു മാനുവലിപ്പോൾ മെല്ലിന് പോയിന്, ഇപ്പോൾ ആകെ 2 പേജാണുള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി എടുത്ത് പുറത്തേക്ക് നോക്കാം. അപ്പോൾ ഇത് സ്ലേറ്റ് കളറാണ്, സഫായ ക്രിസ്റ്റൽ 2 ഭാഗത്തും. ഇതൊന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, പക്ഷേ എടുത്ത് ഇത് ഇപ്രാവശ്യം കുറച്ച് മെല്ലിട്ടുണ്ട്. ആപ്പിൾ വാച്ച് 10 കുറച്ചും കൂടി മെല്ലിട്ടുണ്ട് ബാക്കി സീരീസിൻ്റെ, ഇതിൻ്റെ മുമ്പത്തെ സീരീസ്. ഇപ്പോൾ 9, 8, 7 ഇതെല്ലാം കുറച്ച് തടി കൂടുതലായിരിക്കും. ബാക്കിൽ എഴുതിയിട്ടുണ്ട് 42mm ടൈറ്റേനിയം സ്ലേറ്റ്. ഇപ്പോൾ വ്യത്യാസം കണ്ടോ, കുറച്ചും കൂടി മെല്ലിട്ട്. റൈറ്റ് സൈഡിലെ വാച്ച് 10, ലെഫ്റ്റ് സൈഡിലെ വാച്ച് 8, സീരീസ് 8. ഒന്ന് ഗോൾഡ് ഫിനിഷ്, ഒന്ന് സ്ലേറ്റ് ഫിനിഷ്. ഇനി കാണാം, ഇപ്പോൾ സർക്കിൾ ഉണ്ട്, ആ സെല്ലുലാറിൻ്റെ റെഡ് സർക്കിൾ ഇപ്പോൾ അതില്ല. വാച്ച് 10 മുതൽ ഇപ്പോൾ കളർ കോഡിങ് ഒരേ ബോഡീൻ്റെ അതേ കളറാണ്. വ്യത്യാസം കണ്ട. അപ്പോൾ അത് ആ ഒരു മാറ്റമുണ്ട്, ഫിസിക്കൽ മാറ്റം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സ്പീക്കറിനും വ്യത്യാസമുണ്ട്, സ്പീക്കറും നല്ല വ്യത്യാസമുണ്ട്. ഇത് രണ്ടാണ് അതിൻ്റെ കാര്യമായ ഫിസിക്കൽ ഡിഫറൻസ്. ഇനിയിപ്പോൾ വാച്ച് ബാൻഡിലേക്ക് പോവാം. നമുക്ക് ഇപ്രാവശ്യം മെലനീസ് ലൂപ്പ് ഇതാ, നിങ്ങൾക്കറിയാലോ, ഇത് ഏകദേശം കുറേ ഇട്ടതാണ്. ഇത് ഗോൾഡ് കളർ മാഗ്നറ്റിക് മെറ്റൽ സ്ട്രാപ്പാണ്, അടിപൊളി സ്ട്രാപ്പ്. 400 ദിർഹമാണ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല സ്ട്രാപ്പ്, വളരെ സൗകര്യമുള്ള സ്ട്രാപ്പാണ്. പിന്നെ കുറേ വർഷങ്ങളായി ഇടുന്നത്, ഇത് മടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ലിങ്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നല്ല ഓഫറിനും കിട്ടി. അപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും വില പിടിച്ച ബ്രേസ്ലെറ്റാണ്. നമുക്ക് നോക്കിയത് എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, ആപ്പിൾ ലിങ്ക് ബ്രേസ്ലെറ്റ്. ഫുൾ മെറ്റലാണ്. ലിങ്ക് എന്ന് പറയാൻ കാരണം തന്നെ പല ലിങ്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആണെന്നൊരു വാച്ചാണ് ഇത്. ആക്ച്വലി ഇതിൻ്റെ ഫീൽ ഒരു റാഡോ വാച്ച് പോലെ ഉണ്ട്, റാഡോൻ്റെ ബ്രേസ്ലെറ്റ് പോലെ ഉണ്ട് അതിൻ്റെ ഫീൽ. പക്ഷെ നല്ല അടിപൊളി മെറ്റൽ, വളരെ സ്ലിം, നല്ല പ്രീമിയം ഫിനിഷ്. അത് കാണുമ്പോഴും പിടിക്കുമ്പോഴോ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് നമുക്ക് വാച്ച് ഹൗസിൽ പോകാണ്ട് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ക്രൂ ഡ്രൈവർ ഒന്നും വേണ്ട. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇപ്പോൾ കാണിച്ചത് എങ്ങനെ ഇളക്കണ്ടേന്ന്. ഇത് അങ്ങ് ജസ്റ്റ് കുത്തിക്കാൻ അങ്ങ് ഉള്ളിൽ കയറി അത് സെറ്റായി. ഇതിപ്പോൾ കഴിക്കണമെങ്കിൽ അവിടെ ബട്ടൺസ് ഉണ്ട്, അതിൻ്റെ അടിയിൽ തന്നെ ബട്ടൺ ഉണ്ട്. അതൊന്ന് അമർത്തി പിടിച്ചിട്ട് വലിച്ചാൽ മതി, അപ്പോൾ ഇളകി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് റിസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ലിങ്ക് ഊരാം, എന്നിട്ട് അത് ഇടാം. അപ്പോൾ ഇതാണ് ആപ്പിൾ ലിങ്ക് ബ്രേസ്ലെറ്റ്. ഇത് സ്ലേറ്റ് ഫിനിഷാണ്, 3 കളറിൽ വരുന്നുണ്ട്. ഇത് കണ്ട നല്ല ഗെറ്റപ്പാണ്. ഇത് കിട്ടിയതിനാൽ എന്തായാലും അതിൻ്റെ ആ പൈസക്ക് ഉണ്ട് കേട്ടോ ഈ സാധനം, ഈ ബ്രേസ്ലെറ്റ് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കണ്ട എന്താ മോനെ ഫിനിഷ്, നല്ല ഷൈനും. പിന്നെ ഇത് കുറച്ച് എന്താ പറയുക, തൊട്ടിനും പിടിച്ച് അതിൻ്റെ കൈൻ്റെ അടയാളം വരുന്നുണ്ട് അതിനെ മേലെ. പക്ഷെ എന്നാലും ആ ഷൈനൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് സംഭവം. ഇത് കണ്ട എല്ലാ കോർണറിലും കുറച്ച് എക്സ്ട്രാ പീസ് പുറത്തേക്ക് തുള്ളി നിൽക്കുന്നുണ്ട്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബ്രേസ്ലെറ്റ് 42mm, കേസും 42mm, എന്നിട്ടും അത് മാച്ച് ആയിട്ടില്ല. അത് കാരണം ഇത് വാച്ച് 10ൻ്റെ കൂടെ വന്ന ലിങ്ക് ബ്രേസ്ലെറ്റ് അല്ല, ഇത് വാച്ച് 10ൻ്റെ മുമ്പ് വാച്ച് 9ൻ്റെ ലിങ്ക് ബ്രേസ്ലെറ്റാണ് ഞാൻ വാങ്ങിയത്, 42mm. ഞാൻ വിചാരിച്ചാൽ കറക്റ്റ് ആയിട്ട് ഫിറ്റാകുന്നു, പക്ഷേ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റാകുന്നില്ല. നോക്കുമ്പോൾ ഇവർ വാച്ച് 10ന് ഇവർ സൈസ് കുറച്ചുകൊണ്ട് ഈ ബ്രേസ്ലെറ്റ് വാച്ച് 9ൻ്റെ കുറച്ച് വലുതായി. അതാണ് സംഭവം. അപ്പോൾ ആ ഒരു പാഠം പഠിച്ച് ഇപ്പോൾ മണി നമുക്ക് ആമസോണിൽ തിരിച്ചു കൊടുക്കാം.
ഞാൻ ആപ്പിളിന് പോയി ചോദിച്ചു. അപ്പോൾ ആപ്പിൾ പറഞ്ഞ് ഇതിപ്പോൾ അവിടെ തിരിച്ചു കൊടുത്താലേ പറ്റൂ, ആപ്പിൾ എന്തായാലും അത് സ്വോപ്പ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ മെക്കാനിസം, അതാണ് ഒരു പ്രത്യേകത. ഇത് അമർത്തിക്കന്നെ 2 ഭാഗത്തുനിന്നും ബട്ടർഫ്ലൈ പോലെ അങ്ങ് തുറക്കും. 42 mm അവിടെ എഴുതിയിട്ടുണ്ട്, നേർക്ക് നോക്കിയാൽ കാണും 42 mm. ഇത്ര തന്നെ ഈ വാച്ച്. പക്ഷേ ഇത് നല്ല അടിപൊളി വാച്ചാണ്. എന്തായാലും ഇത് ഈ ടൈറ്റേനിയം വാച്ചിലും വാങ്ങുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു ലിങ്ക് ബ്രേസ്ലെറ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. 3 കളറിൽ കിട്ടും: സ്ലേറ്റ്, ഗോൾഡ്, സിൽവർ. നമ്മൾ ഏത് വാച്ചാണ് വാങ്ങുന്നത് ആ കളറിനനുസരിച്ചുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. പിന്നെ ഈ നൂണിൽ ആമസോണിലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും അതുപോലത്തെ കാണാൻ. പക്ഷേ ഇതേപോലെ ഇതുണ്ട്, ബാക്ക് ഉണ്ടാ വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആയതുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടൂല. ബാക്കിൽ ഇങ്ങനെ തുള്ളിക്കുണ്ടാവും അതിൻ്റെ ഈ ബക്കിൽ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബ്രേസ്ലെറ്റിൽ പൈസക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. എന്തായാലും വെരി വെൽ ഡിസൈൻഡ് ആൻഡ് എൻജിനീയർഡ് ബ്രേസ്ലെറ്റാണ് സംഭവം. മസ്റ്റ് ബൈ. ഒരു ഈ ടൈറ്റേനിയമിൽ വാങ്ങുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു കളക്ഷൻ അവരെ കൈമിൽ വേണം. ആമസോണിൽ ചെറിയ വിലക്ക് കിട്ടും, കുറച്ചും കൂടി ഡിസ്കൗണ്ട് ആയിട്ട്. പക്ഷെ ശ്രദ്ധിക്കുക, സൈസ് കറക്റ്റാണെങ്കിലും ഫിറ്റാണോന്നില്ല.